ഞാൻ ക്രെറ്റ വാങ്ങുന്ന സമയത്ത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ആ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ ജീപ്പ് കോമ്പസും വാങ്ങാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറ്റിയുള്ള ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ട. കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രെറ്റയുടെ നൈറ്റ് എഡിഷൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 20,50,000 രൂപയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജീപ്പ് കോമ്പസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വെറും 17,93,000 രൂപയിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, ചില വേരിയൻസിനൊക്കെ ക്രെറ്റയിനേക്കാൾ മുകളിൽ വില വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ GST ബെനിഫിറ്റ്സും ജീപ്പ് നൽകുന്ന വലിയ ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രൈസ് ഗ്യാപ്പ് വളരെ ചെറുതാവും. ആ സമയത്ത് എനിക്കിത് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജീപ്പ് കോമ്പസ് എടുക്കാനുള്ള അവസരം ഞാൻ മിസ് ചെയ്യില്ലായിരുന്നു. ബഡ്ജറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒരു 114 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിന് പകരം 172 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ കിട്ടുമെന്നുള്ളതാണ്. അതായത് 100 Nm ടോർക്കിൻ്റെയും 58 BHPയുടെയും കൂടുതൽ പെർഫോമൻസ് ജീപ്പ് കോമ്പസിൽ ലഭിക്കും. ക്രെറ്റയിൽ നമുക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ലഭിക്കുമ്പോൾ ജീപ്പ് കോമ്പസിൽ 9 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ പവർ ഡെലിവറി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ഡ്രൈവിംഗ് കംഫർട്ട്, സ്മൂത്ത്നെസ് ഒക്കെ ഒന്നുകൂടി എൻഹാൻസ് ആവും. മാത്രമല്ല ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിക്കും. സസ്പെൻഷനിലും കാര്യമായ മാറ്റം വരുന്നുണ്ട്. ക്രെറ്റയിൽ ഒരു നോർമൽ കോയിൽ സ്പ്രിംഗ് സെറ്റപ്പാണ് വരുന്നതെങ്കിൽ ജീപ്പ് കോമ്പസിൽ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സ് ആണ് വന്നുള്ളത്. റോഡ് സർഫസ് അഡാപ്റ്റ് ചെയ്ത് നല്ലൊരു റൈഡിങ് കംഫർട്ട് നമുക്ക് നൽകും. കോർണറിങ് എടുക്കാനൊക്കെ നല്ല കോൺഫിഡൻസ് നൽകും. തീർന്നില്ല, സ്റ്റിയറിംഗിലും മാറ്റം വരുന്നുണ്ട്. ക്രെറ്റയിൽ നോർമൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വരുമ്പോൾ ജീപ്പ് കോമ്പസിൽ ഡൈനാമിക് സ്റ്റിയറിംഗ് ടോർക്ക് ലഭിക്കുന്നതുകൊണ്ട് സ്റ്റേബിൾ ആണ്, ആക്യുറേറ്റ് ആണ്. വാഹനം എപ്പോഴും നമ്മുടെ കൺട്രോളിലുള്ള ഒരു ഫീൽ അത് നൽകും. ഹൈവേ ആണെങ്കിലും സിറ്റി ആണെങ്കിലും സ്റ്റിയറിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ ജീപ്പ് കോമ്പസ് സെഗ്മെൻറ്റ് ബെസ്റ്റാണ്. ഈ ഡയമെൻഷൻ നോക്കിയാലും ജീപ്പ് കോമ്പസ് തന്നെയാണ് മുന്നിൽ. 75 mm നീളം കൂടുതൽ വരുന്നുണ്ട്, 28 mm വീതിയും 5 mm ഉയരവും കൂടുതലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ സ്പേസ് കൂടുതൽ ലഭിക്കും. ആ ഒരു സ്റ്റാൻസ് തന്നെ അടിപൊളിയാണ്. മൊത്തത്തിൽ ഒരു ശരിക്കുള്ള SUV ഫീൽ തരുന്നത് ജീപ്പ് കോമ്പസ് ആണ്. ക്രെറ്റ ഭാരത് എൻകാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. ജീപ്പ് കോമ്പസ് നോക്കിയാൽ ഗ്ലോബൽ എൻകാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിൽ രണ്ടും സോളിഡ് ആണ്, പെർഫെക്റ്റ് ആണ് എന്ന് പറയാം. എന്നാൽ ബ്രാൻഡ് സ്റ്റോറിയുടെ കാര്യത്തിൽ ജീപ്പ് ഒരു SUV ഫസ്റ്റ് ബ്രാൻഡാണ് എന്ന് പറയാം. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു SUV കൺസെപ്റ്റ് അവതരിപ്പിച്ചതും ആദ്യമായിട്ടൊരു SUV നിർമ്മിച്ചതും ജീപ്പാണ്. സോ നിങ്ങളൊരു ക്രെറ്റ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്ന് പുഷ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഒരു 2 ലിറ്റർ ടർബോ എഞ്ചിൻ സ്വന്തമാക്കാം, 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കും, മികച്ച പവർ ആൻഡ് ടോർക്ക് എൻജോയ് ചെയ്യാം, അടിപൊളി സസ്പെൻഷൻ ആൻഡ് സ്റ്റിയറിംഗ് ഫീലും എൻജോയ് ചെയ്യാനേ സാധിക്കും, മികച്ച റോഡ് പ്രസൻസും വലിയ ഡയമെൻഷൻസും വരുന്ന ഒരു SUV സ്വന്തമാക്കാം. ഒരു SUV ഹെറിറ്റേജ് ഉള്ള ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള വാഹനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. സോ പ്രൈസ് ഡിഫറൻസ് ചെറുതാണെങ്കിലും അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ പോലെ നിങ്ങളും റിഗ്രറ്റ് അടിക്കേണ്ട, നല്ല പോലെ കമ്പയർ ചെയ്ത് ഒരു മികച്ച അപ്ഗ്രേഡ് സ്വന്തമാക്കിക്കോ.